മുട്ടുവേദന വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണോ? മുമ്പ് നടക്കുമ്പോൾ മാത്രമായിരുന്നു വേദന. ഇപ്പോൾ ഇരുന്നെഴുന്നേൽക്കുമ്പോഴും പടികൾ കയറുമ്പോഴുമെല്ലാം നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ മുട്ടിന്റെ തേയ്മാനം അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഈ വീഡിയോയിൽ നിങ്ങളുടെ മുട്ടു തേയ്മാനം ഏത് സ്റ്റേജിലാണെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് മുട്ടു തേയ്മാനത്തിന് 4 സ്റ്റേജുകളാണുള്ളത്. ഓരോ സ്റ്റേജിന്റെയും ലക്ഷണങ്ങളും ചികിത്സാ രീതികളും വ്യത്യസ്തമാണ്. ഒന്നാമത്തെ സ്റ്റേജിൽ കാർട്ടിലേജിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് വേദനയും ഉണ്ടാകണമെന്നില്ല. പലപ്പോഴും കുറച്ചു ദൂരം നടന്നാലോ സ്റ്റെപ്പ് കയറിയാലോ ഒക്കെ ചെറിയ അസ്വസ്ഥതയായിട്ട് മാത്രമാണ് അനുഭവപ്പെടുന്നുണ്ടാവുക. ഈ സ്റ്റേജിലാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തേയ്മാനത്തെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജിലാവട്ടെ കാർട്ടിലേജ് കൂടുതൽ തേയാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുട്ടിന് സ്റ്റിഫ്നെസ് അഥവാ പിടുത്തം അനുഭവപ്പെടും. കൂടുതൽ ദൂരം നടന്നു കഴിയുമ്പോഴോ എല്ലാം മുട്ടിന് വേദന അനുഭവപ്പെടാം. മൂന്നാമത്തെ സ്റ്റേജിലാവട്ടെ കാർട്ടിലേജ് ഗണ്യമായി തേഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പടികൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വേദന വരിക, കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞാൽ വേദന വരിക, മുട്ടിന് വീക്കം, അതുപോലെ ശബ്ദം കേൾക്കുക മുട്ടിന്ന്, ഇതൊക്കെ ആവുമ്പോൾ അയാളുടെ ദൈനംദിന ജീവിതത്തെ ഇത് ബാധിച്ചു തുടങ്ങും. നാലാമത്തെ സ്റ്റേജിലാകട്ടെ കാർട്ടിലേജ് വളരെ കുറയുകയോ ചില ഭാഗങ്ങളിൽ പൂർണ്ണമായി ഇല്ലാതാവുകയോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വേദന വിശ്രമിക്കുമ്പോഴോ രാത്രികാലങ്ങളിലോ എല്ലാം തന്നെ അസഹ്യമായിട്ട് അനുഭവപ്പെടുന്നു. എന്നാൽ ഒരു പ്രധാന കാര്യം, എക്സ്റേ റിപ്പോർട്ട് മാത്രം നോക്കി തേയ്മാനത്തിന്റെ സ്റ്റേജിനെയോ അല്ലെങ്കിൽ ചികിത്സയോ നിശ്ചയിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചില ആളുകളിൽ തേയ്മാനം എക്സ്റേയിൽ വളരെ കുറവാണെങ്കിൽ പോലും ദൈനംദിന പ്രവർത്തനങ്ങളെ വരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേദന ഉണ്ടാകാറുണ്ട്. മറ്റു ചിലരിലാവട്ടെ തേയ്മാനം വളരെയധികം പുരോഗമിച്ച രീതിയിൽ എക്സ്റേയിൽ കാണപ്പെട്ടാലും അവർക്ക് കാര്യമായ വേദന ഇല്ലാണ്ടും ഇരിക്കാം. വേദനയുടെ തീവ്രത, മുട്ടിന്റെ ചലനശേഷി, രോഗിയുടെ നടക്കാനുള്ള കഴിവ്, മുട്ടിലെ നീര്, രോഗിയുടെ ദൈനംദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം പരിഗണിച്ച ശേഷമാണ് മുട്ടിന്റെ തേയ്മാനത്തിനുള്ള ചികിത്സ നിശ്ചയിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ആദ്യത്തെ 2 സ്റ്റേജുകളിലാണ് ചികിത്സിക്കുന്നതെങ്കിൽ മുട്ടിന്റെ തേയ്മാനത്തിന്റെ പുരോഗതിയെ മന്ദഗതിയിലാക്കാനും ഒപ്പം തന്നെ വളരെയധികം കാലം മുട്ടിന്റെ പ്രവർത്തനശേഷി നിലനിർത്താനും സാധിക്കുന്നു. അതുകൊണ്ട് ഒരു സാഹചര്യവശാലും ഇതിന്റെ ചികിത്സ വൈകിക്കരുത്. നിങ്ങളുടെ മുട്ടിന്റെ തേയ്മാനം ഏത് സ്റ്റേജിലാണ്? കമന്റിൽ എഴുതൂ. അടുത്ത വീഡിയോയിൽ 1 മുതൽ 4 വരെ സ്റ്റേജിലുള്ളവർ വേദന കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന് വിശദമായി പറഞ്ഞു തരാം. ആ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യൂ.